ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നിങ്ങളുടെ ദുഃഖത്തിനുള്ള കാരണം എന്താണ് എന്നാണ് നോക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷനുമായിട്ട്, നിങ്ങളുടെ വർക്കായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങളൊരു ക്രിയേറ്റിവിറ്റി സൈഡ് ആയിക്കോട്ടെ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളാലാകുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട്. അത്രയ്ക്കും നിങ്ങളുടെ ഇൻപുട്ട് മാക്സിമം കൊടുത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമില്ല. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതിനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കണം. അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഡെയിലി ബേസിസിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. അത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ദുഃഖത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കുറേയധികം ബ്ലെസ്സിങ്സ് ഉണ്ട്. ഏതൊരു വ്യക്തിക്കുണ്ട്. എല്ലാവർക്കും ദൈവം ഒരുപാട് ബ്ലെസ്സിങ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളിലുള്ള ബ്ലെസ്സിങ്സിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് കാണപ്പെടുന്നില്ല. നിങ്ങൾ ഒരു നന്ദി സൂചകമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, പ്രവർത്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഓട്ടത്തിലായിരിക്കാം. അത് വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്ത്, അതോടൊപ്പം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സിനും ഗ്രേറ്റ്ഫുള്ളായി ഇരുന്നുകൊണ്ട് ആണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഒക്കെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോയേ മതിയാകുള്ളൂ. അതിനാണ് പറഞ്ഞത്, ഒരു ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് പോവുക, ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതൊക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ആ എയിമിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളൊക്കെയും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നും ഈ ഒരു സ്റ്റേജും കടന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്നും പ്രത്യാശിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.